ആറ്റനാണെങ്കിൽ വേദന കൊണ്ട് പൊളഞ്ഞ് ഇപ്പൊ ഈമയെ നോക്കും. എന്തുകൊണ്ടാണ് എന്നോട് ഇപ്രകാരം ചെയ്യുന്നത്? അതിന് ആ ഈമു ആണെങ്കിൽ മറുപടി പറയും. അതിനാ ഈമു പറയും, നീ ഒരു വലിയ തെറ്റ് ചെയ്തു. നീ ആ ജോയ് ബോയെ വെറുതെ വിട്ടു. അത് കേട്ട് ഇപ്പോ ആ ഒരു എൽഡർ ആണെങ്കിൽ കെഞ്ചും, ദയവ് ചെയ്ത് എന്നോട് ഇപ്രകാരം ചെയ്യരുത്. എനിക്കൊരവസരം കൂടെ നീ തരണം. പക്ഷെ അടുത്ത നിമിഷം സാറ്റൻ അങ്ങനെ പൊട്ടിത്തെറിക്കുകയാണ്. ആ ശബ്ദം കേട്ട് എല്ലാവരും ഞെട്ടും. അവർ ദൂരേക്ക് ഓടി മാറും. അല്പസമയം കഴിഞ്ഞ് ആ ഒരു പുകയ്ക്കുള്ളിലേക്ക് എല്ലാവരും വന്ന് നോക്കും. ഇപ്പോ ആ എൽഡറിന്റെ എല്ലും കൊട്ട് മാത്രമാണ് അവശേഷിക്കുന്നത്. കട്ട് ചെയ്താ ഇവിടെ നമ്മുടെ എഡിസനെ കാണിക്കും. അവന്റെ തകർന്നു പോയ ഭാഗങ്ങളെല്ലാം തന്നെ അവനിപ്പോ റീപ്ലേസ് ചെയ്ത് വേറെ ഒരു ലുക്കിലാണുള്ളത്. മാത്രമല്ല അവരുടെ മെന്റലി മെമ്മറി വേവ്സിലുള്ള പിത്തോഗ്രസും അറ്റ്ലസും വിളിച്ചു പറയും, യോർക്കിനെ കൊണ്ട് ആ മെമ്മറി ആക്സസ് ചെയ്യാൻ കഴിയുന്നുണ്ട്. അത് എത്രയും വേഗം തടയണം. ഷക്കയും ഇപ്പോ കോൺഷ്യസ് മൈൻഡിലേക്ക് കടന്നു വരികയാണ്. ഒരിപ്പോ ഉള്ളത് ആ ക്ലൗഡ് ഫ്ലോട്ടിംഗ് ഐലാൻഡിലാണ്. സോ അത് കണ്ടുപിടിക്കാൻ മിനിമം ഒരു 500 വർഷമെങ്കിലും വേണം. അതുകൊണ്ട് തന്നെ അവർക്ക് ഹാപ്പിയായി സമാധാനത്തോടെ അവിടെ ജീവിക്കാൻ പറ്റും. പക്ഷേ അവർക്ക് കൂടുതൽ എക്സ്പെരിമെന്റ് ചെയ്യാനായിട്ട് പണം ആവശ്യമാണ്. അതിപ്പോ അവരുടെ കയ്യിലില്ല. ആണെങ്കിൽ ക്യാഷ്വലായിട്ട് പറയും, പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇതെല്ലാം ഞാൻ മാനേജ് ചെയ്യും. അതിനുശേഷം യോർക്കിന്റെ ബോഡി പാർട്സ് അതെടുത്ത് ദൂരേക്ക് എറിയാൻ പറഞ്ഞ് അവൻ പൊട്ടിച്ചിരിക്കും. ദ്രോഹിയാണ്, ഒരു കാരണവശാലും അവളിന് തിരികെ വരാൻ പാടില്ല എന്ന് പറഞ്ഞ് അവരാണെങ്കിൽ ബാക്ക് ടു നോർമൽ ലൈഫിലേക്ക് തിരികെ വരാനായിട്ട് ശ്രമിക്കുകയാണ്. വേഗ് ഓഫ് പങ്ക്സ് കൂടി ചേർന്നിട്ടുള്ള പഴയ ലോകം അത് ക്ലൗഡിൽ അങ്ങനെ തിരികെ പിടിക്കാനായിട്ട് അവർ ശ്രമിക്കും. അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇവിടെ കവക്ക ഐലാൻഡ് കാണിക്കും. ഡോക്ടർ വേഗോപ്പങ്ക് പറഞ്ഞ കാര്യങ്ങളെല്ലാം അവരിപ്പോ ഒന്നൊന്നായിട്ട് എഴുതി ചേർത്ത് വെച്ച് അതിനെക്കുറിച്ച് കാര്യം ഡിസ്കസ് ചെയ്യുകയാണ്. ആ വൺ പീസ് അതെവിടെയാണെന്ന് എത്രയും വേഗം കണ്ടെത്തണം. ലോകം അവസാനിക്കുന്നതിന് മുൻപ് തന്നെ അത് കണ്ടെത്തണമെന്ന് പറഞ്ഞ് അവരാണെങ്കിൽ അതിനെക്കുറിച്ച് സംസാരിക്കും. ജനങ്ങളെല്ലാവരും ആ വലിയ ദുരന്തത്തിൽപ്പെട്ട് മരിച്ചുപോകും. പക്ഷേ സെലസ്ട്രൽ ഡ്രാഗൺസ് നേവിയും വേൾഡിൽ തന്നെ ഹയസ്റ്റ് എലവേഷനിൽ ചെന്ന് അവിടെ സേഫ് ആയിട്ടിരിക്കും. അതായിരിക്കും മറ്റൊരു കാര്യം അവർക്ക് ഓർമ്മ വരിക. ടെക്ല വോൾഫ്, ബാർ വോൾഫ് എന്നിങ്ങനെ വർഷങ്ങളായിട്ട് കണേഴ്സിന് വെച്ച് ഒരുപാട് വലിയ വലിയ ബ്രിഡ്ജുകൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇത്രയും വലിയൊരു വിപത്ത് അത് മുൻകൂട്ടി കണ്ടുകൊണ്ടായിരിക്കും അപ്രകാരം ചെയ്തിട്ടുണ്ടാവുക. കട്ട് ചെയ്ത ഡ്രാഗനെ കാണിക്കും. ഡ്രാഗനാണെങ്കിൽ ഏകദേശം കാര്യങ്ങൾ മനസ്സിലാവും. ഡോക്ടർ വേഗോഫങ്ക് പറഞ്ഞ കാര്യങ്ങൾ മുഴുവനായിട്ടും ജനങ്ങൾ വിശ്വസിച്ചിട്ടില്ല. പക്ഷേ അങ്ങനെ ഒരു വലിയ വിപത്ത് അത് സംഭവിക്കുന്നതിന് മുൻപ് ലക്ഷ്യങ്ങൾ അത് പലതും എനിക്ക് നിറവേറ്റാനുണ്ട്. അത് എത്രയും വേഗം എനിക്ക് നിറവേറ്റുക തന്നെ ചെയ്യണം. അതല്ല എങ്കിൽ ജനങ്ങൾ പരസ്പര സ്പർദ്ധയുണ്ടായി ഫൈറ്റ് ചെയ്ത് തന്നെ ഒരുപാട് ജനങ്ങൾ മരിച്ചു വീഴും. കട്ട് ചെയ്ത ഇവിടെ നമ്മുടെ ലളിത്, അവളാണെങ്കിൽ ഒരുപാട് നേരമായി ബോധം അങ്ങനെ നശിച്ചു കിടക്കുകയാണ്. ഇപ്പൊ അവള് പതിയെ കണ്ണു തുറന്ന് ചുറ്റും നോക്കും. അവൾ കണ്ണു തുറന്നത് കാണുമ്പോൾ എല്ലാവർക്കും ഒരുപാട് സന്തോഷം. പ്രത്യേകമായിട്ട് സാഞ്ചിക്ക് ആണെങ്കിൽ എഴുന്നേറ്റ ഉടൻ തന്നെ എഡിസൺ, പിത്തോഗ്രസ്, ഷക്ക, പ്ലസ് എന്നിങ്ങനെ എല്ലാവരുടെയും ആ ഒരു സിഗ്നൽസ് അത് അവൾക്ക് കിട്ടാനായിട്ട് ആരംഭിക്കുകയാണ്. ഇങ്ങനെയൊന്നും നടക്കുമെന്ന് അവൾ സ്വപ്നത്തിൽ പോലും കരുതിയതല്ല. അവരിൽ പലരും പോയെന്നാണ് അവൾ കരുതിയത്. അവൾ അങ്ങനെ ഷോക്കായി വണ്ടറടിച്ച് ഹാപ്പി ആയിട്ട് നിൽക്കുന്നത് കാണുമ്പോൾ ഇവിടെ സാഞ്ചിക്കും ചുറ്റുമുള്ളവർക്കും കാര്യം മനസ്സിലാവില്ല. സാഞ്ചിയാണെങ്കിൽ കാഷ്വലായിട്ട്, എന്തുപറ്റി, ഇപ്പോഴും നീ ജീവനോടെ ഉണ്ടെന്ന് നിനക്ക് വിശ്വസിക്കാനായിട്ട് കഴിയുന്നില്ലേ? പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നീ ജീവനോടുകൂടെ ഉണ്ട്. നീ ഇപ്പോൾ ഉള്ളത് ഞങ്ങളുടെ കപ്പലാണ്. ഞങ്ങളുടെ കപ്പലിന്റെ ഭംഗി കണ്ട് നീ ഞെട്ടിപ്പോയോ? ഒരുപാട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഞങ്ങൾ നിർമ്മിച്ചെടുത്തതാണ്. ഇത് ശരിക്കും ഒരടിപൊളി കപ്പലാണെന്ന് പറഞ്ഞ് അവനാണെങ്കിൽ എന്തൊക്കെയോ പറഞ്ഞു വിടും. പക്ഷേ അവളാണെങ്കിൽ അതൊന്നും മൈൻഡ് ചെയ്യില്ല. സാഞ്ചാണെങ്കിൽ നിർത്താതെ ദൂരത്തായിട്ടുള്ള ജയൻസിന്റെ കപ്പല് അതും കാണിച്ചു കൊടുക്കും. അവിടെയുള്ള വലിയ ആ സോഫകളും അവരുടെ വലിയ വലിയ എക്യുപ്മെന്റ്സും അതെല്ലാം തന്നെ അവൾക്ക് കാണിച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം അവളുടെ കാലിൽ വീണ് സാഞ്ചി മാപ്പ് പറയും, ഐ എം സോറി. സത്യത്തിൽ നിന്റെ മുഖത്ത് അടിച്ചാണ് നിന്നെ ബോധം കെടുത്തി ഇവിടേക്ക് കൊണ്ടുവന്നത്. കൂടെ ഉണ്ടായിരുന്ന ബാക്കി വേഗോപങ്സുകളെ ഒന്നും തന്നെ ഞങ്ങൾക്ക് രക്ഷപ്പെടുത്താനായില്ല. അത് കേട്ട് അവൾ പറയും, സോറി ഒന്നും പറയേണ്ട ആവശ്യമില്ല, ഓൾറെഡി എല്ലാ കാര്യങ്ങളും ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞു. നമ്മുടെ ആൾക്കാർക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവില്ല. സാഞ്ചി ആണെങ്കിൽ അല്പനേരം ആലോചിച്ച് തലയൊക്കെ ചൊറിഞ്ഞ് ഇപ്പൊ അവളോട് ചോദിക്കും, എന്ത് ഇൻഫർമേഷൻ, ആര് ഇൻഫർമേഷൻ തന്നൂന്നാ നീ പറയണേ? ലിലിത്താണെങ്കിൽ അതിന് വ്യക്തമായ മറുപടി ഒന്നും പറയാതെ അല്പനേരം പൊട്ടിക്കരയും. അതിനുശേഷം അവരോട് പറയും, ഞാനിപ്പോ ഓക്കെയാണ്, എനിക്ക് പക്ഷെ നന്നായിട്ട് വിശക്കുന്നുണ്ട്, എന്തെങ്കിലും കാര്യമായിട്ട് എനിക്ക് കഴിക്കണം. സാഞ്ചിക്കാണെങ്കിൽ അത് കേൾക്കുമ്പോൾ ഒട്ടും സഹിക്കില്ല. അവനാണെങ്കിൽ രണ്ടാമോ ചിന്തിക്കാതെ അവളെയും കൂട്ടി ഡൈനിങ് ടേബിളിലേക്ക് വരികയാണ്. അവിടെയാണെങ്കിൽ കൂമ്പാരം ഭക്ഷണം അങ്ങനെ കഴിക്കാനാക്കി റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ഒരു മൂലയ്ക്ക് നമ്മുടെ ലൂഫി, അവനും നിർത്താതെ കരഞ്ഞുകൊണ്ട് ആഹാരം കഴിച്ചുകൊണ്ടേയിരിക്കുകയാണ്. സാഞ്ചിക്കാണെങ്കിൽ എന്താ നടക്കണമെന്ന് മനസ്സിലാവുന്നില്ല. ഓരോരുത്തർ മാറി മാറി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ലളിതാണെങ്കിൽ സാഞ്ചിയോട് ലൂഫി എന്തിനാണ് കരയുന്നതെന്ന് ചോദിക്കും. അതിന് സാഞ്ചി പറയും, ലൂഫി ഇപ്പോൾ വലിയ ഡിപ്രഷനിലാണ്. അവനെ കൊണ്ട് ഡോക്ടർ വേഗോപങ്കിനെയും നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന
ബാക്കിയുള്ളവരെ സേവ് ചെയ്യാൻ കഴിഞ്ഞില്ല. അതിലവൻ ഡിപ്രഷൻ അടിച്ച് ആ വിഷമത്തിൽ അവൻ ഫുഡ് തിന്നുകയാണ്. അത് കേട്ട് ലിലിത്താണെങ്കിൽ സിമ്പിളായിട്ട് ലൂഫിയുടെ തോളിൽ തട്ടും. നീ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല, എല്ലാ കാര്യങ്ങളും എന്നോട് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറയും. സാഞ്ചിക്കാണെങ്കിൽ അപ്പോഴും അവൾ എന്താണ് പറയാൻ ശ്രമിക്കുന്നതെന്ന് പ്രോപ്പറായിട്ട് മനസ്സിലാവില്ല. സംശയം അടക്കാൻ കഴിയാതെ സാഞ്ചിയാണെങ്കിൽ സത്യത്തിൽ നീ എന്തിനെക്കുറിച്ചാണ് സംസാരിക്കുന്നതെന്ന് ചോദിക്കും. അതിനവൾ പറയും, നിങ്ങൾ ആരും ഇനി ആവശ്യമില്ലാതെ വിഷമിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ മരിച്ചുവെന്ന് കരുതിയവരാരും തന്നെ യഥാർത്ഥത്തിൽ നമുക്ക് നഷ്ടമായിട്ടില്ല. അത് കേട്ട് എല്ലാവരും ഞെട്ടും. ബ്രൂക്കും ചോപ്പറും ഷോക്കായിട്ട് ചോദിക്കും, അങ്ങനെയാണെങ്കിൽ അവർ പ്രേതങ്ങളായി മാറിയോ? അവളാണെങ്കിൽ തിരിയൊക്കെ കൺട്രോൾ ചെയ്ത് അവരോട് പറയും, കൂടുതലായിട്ട് എന്നോടൊന്നും ചോദിക്കരുത്. അവരെല്ലാവരും ഇപ്പോഴും ജീവൻ നഷ്ടമാവാതെ തന്നെയുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അവരുടെ ജീവൻ തിരികെ പിടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. സോ ആ കാര്യത്തെക്കുറിച്ച് ഓർത്ത് നിങ്ങൾ കുറ്റബോധം ഉള്ളവരാവേണ്ട കാര്യമില്ല. നിങ്ങൾ വാക്ക് കൊടുത്തതുപോലെ അവരെ എല്ലാവരെയും നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് കഴിഞ്ഞു. അത് കേട്ട് അത്ഭുതത്തോടു കൂടെ ഇപ്പോൾ ലൂഫി ആണെങ്കിൽ അവളോട് എടുത്ത് ചോദിക്കും, അപ്പോൾ ഡോക്ടർ വേഗോപ്പങ്ക് അദ്ദേഹം മരിച്ചില്ലേ? പിന്നെ അവളാണെങ്കിൽ ക്യാഷ്വലായിട്ട് മറുപടി പറയും, ഇല്ല, അദ്ദേഹം ഇപ്പോഴും ജീവനോട് കൂടെ ഉണ്ട്. അത് കേട്ട് അത്രയും നേരവും ഡിപ്രഷൻ അടിച്ചിരുന്ന നമ്മുടെ ലൂഫി അവൻ ഹാപ്പിയായി ആ ജയൻസിന് മുൻപിലേക്ക് വരും. അവരാണെങ്കിൽ ലൂഫിയോട്, എന്തുപറ്റി, നിന്റെ വിഷമമൊക്കെ ഇത്ര പെട്ടെന്ന് മാറിയോ? ഉടനെ ലൂഫി ആണെങ്കിൽ പൊട്ടിച്ചിരിച്ച്, നമ്മളുടെ മിഷൻ അത് സക്സസ് ആണ്, സോ നമുക്ക് ഇനി ആട്ടവും പാട്ടവും ഡ്രിങ്ക്സ് ഒക്കെ ആയിട്ട് പൊളിക്കാന്ന് പറഞ്ഞ് അവരെല്ലാവരും ഇപ്പൊ ഡാൻസ് ഒക്കെ കളിച്ച് അങ്ങനെ എൻജോയ് ചെയ്യാണ്. ഇവിടെ റോബിനാണെങ്കിൽ ഒരുപാട് സന്തോഷം, കാരണം അവളിപ്പോ എൽബോഫിലേക്ക് എത്തിയിരിക്കുകയാണ്. കാരണം എൽബോഫിൽ സോളുണ്ട്, അവൾക്ക് അവനെ കാണാനുള്ള ആഗ്രഹം ഒരുപാടുണ്ട്. ഇപ്പം മുതലേ ആ ഒരു ജയന്റ് അവളുടെ ബെസ്റ്റ് ഫ്രണ്ടാണ്. സോ അവളാണെങ്കിൽ എക്സൈറ്റഡ് ആയിട്ടിരിക്കുന്ന അതേ സമയം ഇവിടെ ജയൻസ് ആണെങ്കിൽ പരസ്പരം പറയും, ആക്ച്വലി ഡോക്ടർ വേഗോപ്പങ്ക് പറഞ്ഞത് ആ ഒരു വൺ പീസ് ആര് കണ്ടെത്തുന്നോ അവരായിരിക്കും ഈ ലോകത്തെ രക്ഷിക്കുന്നതെന്നാണ്. അങ്ങനെ വരുമ്പോൾ അവരായിരിക്കും ഈ ലോകത്തിന് തന്നെ അതാരായിരിക്കും. അത് കേട്ട ലൂഫി ആണെങ്കിൽ ഇപ്പോൾ ഫുൾ കലിപ്പിൽ ഫേസ് എങ്ങനെ ടേൺ ചെയ്ത് അവരോട് പറയും, എല്ലാവരും ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എന്തൊക്കെ ചെയ്താലും കിങ് ഓഫ് ദ പൈററ്റ് അത് ഞാൻ തന്നെ ആയിരിക്കും. ആ വൺ പീസ് ഞാൻ തന്നെ കണ്ടെത്തുമെന്ന് പറഞ്ഞ് വീണ്ടും അവർ എൻജോയ്മെന്റ് നടത്തും. ഇവിടെ ബോണിക്കാണെങ്കിൽ ഒത്തിരി ആശ്വാസവും പ്രതീക്ഷയും സന്തോഷവും അവൾക്ക് നഷ്ടമായെന്ന് കരുതിയ എല്ലാം ഇപ്പൊ തിരികെ കിട്ടിയിരിക്കുകയാണ്. അവളുടെ പപ്പയായിട്ടുണ്ടായിരുന്ന ഹാപ്പി മൊമെന്റ്സ് അതെല്ലാം തന്നെ അവൾ ഇപ്പൊ തിരികെ പിടിക്കും. ഓരോരുത്തർക്കും അവർക്ക് കിട്ടിയ സന്തോഷം അത് വളരെ വലുതായി കണ്ട് അവരങ്ങനെ ആഘോഷിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷേ വരാൻ പോകുന്ന വലിയൊരു ദുരന്തത്തിലേക്കുള്ള യാത്രയാണ് ഇതെന്ന് അവരിപ്പോഴും അറിയുന്നില്ല. നമ്മുടെ ആൾക്കാരാണെങ്കിൽ എൽബോഫിലോട്ടുള്ള യാത്ര അതങ്ങനെ അടിച്ചു പൊളിച്ച് മുൻപോട്ടേക്ക് തുടരുകയാണ്. അവരുടെ വിജയം അത് ശരിക്കും ഒരു ചരിത്ര വിജയമാക്കി മാറ്റി അവരങ്ങനെ മുൻപോട്ടേക്ക് പോകുമ്പോൾ പ്രതീക്ഷിക്കാത്ത ആ ഒരു വലിയ ദുസ്വപ്നം അതെപ്പോ വേണമെങ്കിലും അവരുടെ ഇടയിലേക്ക്